Good morning students, welcome to Dream Distance Education. Dream Distance Education de Ignou BCom ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. Today we are going to discuss the second unit of business law, that is offer and acceptance. We are discussing second unit of block 1. ബ്ലോക്ക് 1-ലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണത് എന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ ദി ഫസ്റ്റ് യൂണിറ്റ് വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് കോൺട്രാക്ട്, agreement, the essentials of a valid contract, etc. To become a contract, there must be an agreement and it must be legally enforceable. നമ്മളൊരു കോൺട്രാക്റ്റിൻ്റെ മീനിങ് പഠിച്ചപ്പോൾ ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എഗ്രിമെൻ്റ് ആണ്. നമുക്ക് നിയമം മുഖാന്തരം നടത്താൻ കഴിയുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ടു ബിക്കം എ കോൺട്രാക്ട് ദർ മസ്റ്റ് ബി ആൻ ഓഫർ ആൻഡ് ആൻ ആക്സെപ്റ്റൻസ്. ഒരു ഓഫറും ആക്സെപ്റ്റൻസും ഉണ്ടെങ്കിലാണ് അതൊരു എഗ്രിമെൻ്റ് ആയിട്ട് മാറുന്നത്. ഇൻ ദി സെക്കൻഡ് യൂണിറ്റ് വി വിൽ ഡിസ്കസ് about the meaning of offer and acceptance, different forms of offer and essentials of valid offer and acceptance, different types of acceptance, communication of offer and acceptance, and revocation of offer and lapse of offer. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First we have to discuss the meaning of offer. Offer, otherwise called proposal. These two terms are used interchangeably which have almost same meaning. Offer എന്നും പറയും, proposal എന്നും പറയും. We can check the meaning of the offer according to section 2A of Indian Contract Act. An offer is defined as when one person signifies his willingness to do or abstain from doing something with a view to obtain the assent of that the other to such an act or abstinence, he is said to make a proposal. അതായത് ഒരു വ്യക്തി അയാൾ ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള താല്പര്യം മറ്റൊരു വ്യക്തിയെ അറിയിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ മറ്റേ വ്യക്തിയുടെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട്. ആ പ്രത്യേക പ്രവർത്തനം ചെയ്യാനോ ചെയ്യാതോ ഇരിക്കാനോ ഉള്ള അയാളുടെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഒരു എന്താണ് കാര്യം അറിയിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് പറയുന്നത്. When, according to section 2A of Indian Contract Act, when one person signifies his willingness to do or abstain from doing something with the view to obtain the assent of that other to such an act or abstinence, he is said to make a proposal. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള അയാളുടെ താല്പര്യം മറ്റൊരു വ്യക്തിയുടെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട് ആ മറ്റേ വ്യക്തിയെ അറിയിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഫ്രം ദി ഡെഫിനിഷൻ വി ക്യാൻ കൺക്ലൂഡ് സം എലമെൻറ്റ്സ് ഓഫ് ആൻ ഓഫർ. നമുക്ക് ഈ ഡെഫിനിഷനിൽ നിന്നും എന്താണ് ആ ഓഫറിൻ്റെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. First one is it must be made an expression of readiness or willingness to do or abstain from doing something. അതായത് ഈ ഒരു ഓഫറിൽ ഉണ്ടായിരിക്കുക ഒരു എക്സ്പ്രഷൻ ആണ്, ഒരു താല്പര്യമാണ്. എന്തിന്? ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള ഒരാളുടെ താല്പര്യമാണ് നമ്മൾ എന്തിലൂടെ പറയണത്? ഓഫർ വയ്ക്കുന്നതിലൂടെ പറയണത്. ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് എക്സ്പ്രഷൻ. പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിരിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് എ അഗ്രീസ് ടു സെൽ ഹിസ് ബുക്ക് ടു ബി for ₹100 and B agrees that it is a positive offer or positive expression. അതായത് എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളുടെ ബുക്ക് എന്താണ് സെല്ല് ചെയ്യാം, 100 രൂപയ്ക്ക് സെല്ല് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് വരുന്നത്. വി ക്യാൻ ടേക്ക് അനദർ എക്സാമ്പിൾ.
if A agrees to pay rupees 10,000 if B not file a suit against A. അതായത് എന്താണ്, എ ബിക്ക് 10,000 രൂപ കൊടുക്കാന്ന് പറയുകയാണ്. എന്ത് ചെയ്തില്ലെങ്കിൽ, ബി എക്കെതിരെ കേസ് ഫയൽ ചെയ്തില്ലെങ്കിൽ. There is a negative act that is not file a suit. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഓഫർ. അതായത് ഓഫർ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്റ്റ് ആയിരിക്കണമെന്നില്ല. ഇറ്റ് മേ ബി ആൻ ആബ്സ്റ്റിനൻസ് ഫ്രം ഡൂയിങ് സംതിങ്. അതായത് ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രതിഫലമായിട്ടും നമുക്ക് എന്തിനെ കണക്കാക്കാം, ഓഫറിനെ കണക്കാക്കാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എലമെന്റ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് റെഡിനെസ് ഓർ വില്ലിംഗ്നെസ് ടു ഡു ഓർ abstain from doing something. That is the offer. The expression may be either positive or negative. Both can be considered as an expression of offer. Offer inde expression positive or negative agam. It must be made to another person. An offer must be made to another person or communicated to another person. One cannot make proposal of or offer to himself. അതായത് ഒരു വ്യക്തി എന്താണ്, മറ്റൊരു വ്യക്തിക്കാണ് എന്ത് വെക്കേണ്ടത്, ഓഫർ വെക്കേണ്ടത്. അല്ലാതെ അവനോട് തന്നെ നമ്മൾ നടത്തുന്ന എക്സ്പ്രഷനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല, ഓഫറായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ എലമെന്റിൽ പറയണത്. ദെൻ തേർഡ് എലമെന്റ്, ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ അസെന്റ് ഓഫ് ദാറ്റ് അതർ പേഴ്സൺ ടു സച്ച് ആക്ട് ഓർ ആബ്സ്റ്റിനൻസ്. അതായത് നമ്മൾ എന്താണ്, മറ്റൊരു വ്യക്തിയോട് നമ്മൾ ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള താല്പര്യം ആണ് നമ്മൾ എന്താണ് ഓഫറിലൂടെ അറിയിക്കുന്നത്. അത് അയാളുടെ സമ്മതം. ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ അസെന്റ്. മറ്റ് വ്യക്തിയുടെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓഫർ വെക്കേണ്ടത്. ഇനി next we have to discuss the parties involved in offer. The first person is offerer or promiser. He is a person who makes the offer. നമ്മൾ ആരാണോ ഓഫർ വെക്കുന്നത് ആ പേഴ്സണെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, ഓഫറർ അല്ലെങ്കിൽ പ്രോമിസർ എന്ന് പറയണത്. ദ പേഴ്സൺ ഹൂ ആക്സെപ്റ്റ് ഓർ ടു ഹൂം ദ ഓഫർ ഈസ് മെയ്ഡ്, ഹീ ഈസ് കാൾഡ് ഓഫറി. ആരോടാണോ നമ്മൾ ഓഫർ വെക്കുന്നത് അയാളെ നമ്മൾ ഓഫറി എന്ന് പറയും. വെൻ ഓഫറി ആക്സെപ്റ്റ് ദ ഓഫർ ഹീ വിൽ ബിക്കം ആക്സെപ്റ്റർ ഓർ പ്രോമിസി. നമ്മൾ വെച്ച ഓഫറി സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ അയാളെ എന്തെന്ന് പറയും, ആക്സെപ്റ്റർ അല്ലെങ്കിൽ പ്രോമിസി എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് ശ്യാം agrees to sell his scooter to Prem for rupees 50,000, Shyam is the offerer or promiser and Prem is the offeree. If Prem agrees to buy the scooter for 50,000, he become acceptor or promisee. Okay. ശ്യാം എന്ന് പറയുന്ന വ്യക്തി പ്രേം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഓഫർ വെക്കുകയാണ്, അയാളുടെ സ്കൂട്ടർ 50,000 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ ആരാണോ എന്താണ് ഓഫർ എന്ത് ചെയ്യണത്, മേക്ക് ചെയ്യണത്, അയാളെ നമ്മൾ ഓഫറർ എന്ന് പറയും. അപ്പോൾ ഈ കേസിൽ ഈ ഒരു എക്സാമ്പിളിൽ ശ്യാമാണ് ഓഫറർ. ആർക്കാണോ നമ്മൾ ഓഫർ വെക്കുന്നത് ആ വ്യക്തിയെ നമ്മൾ ഓഫർ എന്ന് പറയും. നമ്മൾ പ്രേമിനാണ് എന്ത് ചെയ്യണത്, ഓഫർ വെക്കുന്നത്. അപ്പോൾ പ്രേം ആരാണ്, ഓഫറിയാണ്. പിന്നെ പ്രേം 50,000 രൂപയ്ക്ക് ആ സ്കൂട്ടർ വാങ്ങാമെന്ന് സമ്മതിക്കുകയാണെങ്കിൽ പ്രേമിനെ നമ്മൾ ആരായിട്ട് കണക്കാക്കും, ആക്സെപ്റ്റർ അല്ലെങ്കിൽ പ്രോമിസി ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഇത്രയാണ് ഓഫറിൻ്റെ ബേസിക് ആയിട്ടുള്ള മീനിങ്. ഹൗ ആൻ ഓഫർ ഈസ് മെയ്ഡ്. Offer can be mainly done in two ways, that is express offer and implied offer. Express offer means when an offer is made by one person to another in either written or spoken or oral words, it is termed as
എക്സ്പ്രസ് ഓഫർ. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഓഫർ വെക്കുന്നത് എന്താണ്? റിട്ടണോ അല്ലെങ്കിൽ സ്പോക്കണോ അല്ലെങ്കിൽ ഓറലോ ആയിട്ടുള്ള വേർഡ്സിലൂടെ ഒരാൾ തൻ്റെ ഓഫർ മറ്റൊരു വ്യക്തിയുമായി ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് A agrees to sell his house to B for rupees 5 lakh. അതായത് എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളുടെ ഹൗസ് 5 ലക്ഷത്തിന് വിൽക്കാമെന്ന് പറഞ്ഞ് ഓഫർ വെക്കുന്നത് എന്താണ്? ഒരു എക്സ്പ്രസ് ഓഫറാണ്. അയാൾ ബൈ വേർഡ്സ് പറയാണ്. അനദർ എക്സാമ്പിൾ ഈസ് എ റൈറ്റ് എ ലെറ്റർ ടു ബി signifies his willingness to sell his car for rupees 2 lakh to B by a letter. അതായത് ഒരു ലെറ്റർ മുഖാന്തരം എ ബിയെ അറിയിക്കുകയാണ് അയാളുടെ കാറ് 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനുള്ള ഒരു റെഡിനെസ് അയാൾ അറിയിക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് എക്സ്പ്രസ് ഓഫർ. ദാറ്റ് ഈസ് എക്സ്പ്രസ് ഓഫർ മീൻസ് അക്കോർഡിംഗ് ടു സെക്ഷൻ 9 in so far as the proposal or acceptance of any promise is made in words, the promise is said to be express. അതായത് റിട്ടണോ ഓറലോ അല്ലെങ്കിൽ സ്പോക്കണോ ആയിട്ടുള്ള വേർഡ്സ് മുഖാന്തരം വാക്ക് മുഖാന്തരം എഴുതി തയ്യാറാക്കപ്പെട്ടതോ അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ചിട്ടുള്ള വാക്കുകൾ മുഖാന്തരമോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഓഫർ വെക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഓഫറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ഇംപ്ലൈഡ് ഓഫർ. ഇംപ്ലൈഡ് ഓഫർ മീൻസ് എ ഓഫർ ഈസ് made not by oral or written words other than by the conduct of parties or circumstances of the case. Such an offer is termed as implied offer. അതായത് വാക്കുകൾ മുഖാന്തരമോ എഴുതി തയ്യാറാക്കപ്പെട്ടതോ അല്ലെങ്കിൽ സംസാരത്തിലൂടെയുള്ള അല്ലാതെ എന്താണ് നമ്മൾ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലൂടെ അല്ലെങ്കിൽ ആ സാഹചര്യത്തിലൂടെ നമ്മളൊരു ഓഫറിൻ്റെ ഭാഗമായിട്ട് മാറുകയാണെങ്കിൽ ദാറ്റ് ഈസ് termed as implied offer. For example, if the KSRTC offer different bus services to its passengers to carry them from one place to another for a specific fare is an example of implied offer. നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി നമ്മൾക്ക് എന്താണ് ഒരു സ്ഥലത്തു നിന്ന് നമ്മളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഡിഫറെൻറ്റ് ബസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ബസ്സിൽ നമ്മൾ എന്താണ് അവർ പറഞ്ഞ ഫെയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യാത്ര ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് implied offer. Another example is if a coolie take our luggage from railway station without asking the permission of the person is also termed as an example of implied offer. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എന്താണ് നമ്മുടെ ലഗേജുമായിട്ട് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് അവിടുത്തെ പോർട്ടറോ കൂലിയോ വന്നിട്ട് നമ്മുടെ ലഗേജ് ക്യാരി ചെയ്യണത് നമ്മൾ പറയാതെ തന്നെ ലഗേജ് ക്യാരി ചെയ്യണത് എന്താണ്? ഒരു ഇംപ്ലൈഡ് ഓഫറാണ്. ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ് ദാറ്റ് ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കണ്ടക്ട് അല്ലെങ്കിൽ നമ്മുടെ ആ സാഹചര്യം നമ്മൾ എന്താണ് നമ്മളൊരു ഓഫറിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ such an offer is termed as implied offer. ക്ലിയർ അല്ലേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അക്കോർഡിംഗ് ടു സെക്ഷൻ 9 in so far as such proposal or acceptance is made otherwise than words, the promise is said to be implied. അതായത് വാക്കുകൾ മുഖാന്തരമല്ലാതെ നമ്മളൊരു ഓഫറിൻ്റെ ഭാഗമായിട്ട് മാറുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഓഫറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എക്സ്പ്രസ് ഓഫറും ഇംപ്ലൈഡ് ഓഫറും. എക്സ്പ്രസ് ഓഫർ മീൻസ് an offer is made in either written or spoken or oral words. It is termed as express offer. And when an offer is not made in words and by the conduct or circumstances of a particular situation, it is called implied offer. Then next topic comes to whom offer is made. It is based on to the person or person to whom the offer is made. The offer can be explained in two different heads, that is specific offer and general offer.
Specific offer means when an offer is made to a definite person or a group of definite persons. It is termed as specific offer. When an offer is made to a particular person or a group of particular person, it is termed as specific offer. For example, if A agreed to sell his articles to B for rupees 5 lakh, the offer is valid only when it is accepted by B. ഓക്കെ, എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കുറച്ച് ആർട്ടിക്കിൾസ് ബിക്ക് എന്താണ് സെല്ല് ചെയ്യാമെന്ന് സംഭവിക്കുകയാണ്. അപ്പോൾ അത് ബി ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് എന്താവുള്ളൂ, വാലിഡ് ആയിട്ടുള്ള ഒരു ഓഫർ ആവുള്ളൂ. ഇഫ് ദ ഓഫർ ഈസ് ആക്സെപ്റ്റഡ് ബൈ എക്സ് ഓർ വൈ, ഇറ്റ് വിൽ നോട്ട് ബിക്കം എ വാലിഡ് ഓഫർ ഓർ ആക്സെപ്റ്റൻസ്. അതായത് ആ ഒരു ഓഫർ എക്സോ വൈ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് എ വാലിഡ് ഓഫർ. നമുക്കൊരു വാലിഡ് ഓഫറായിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ആൻ ഓഫർ ഈസ് മെയ്ഡ് ടു എ ഡെഫിനിറ്റ് പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് ഡെഫിനിറ്റ് പേഴ്സൺ, സച്ച് ആൻ ഓഫർ ഈസ് നോൺ ആസ് specific offer. Then general offer, when an offer is not made to a particular person or group of person and it is made at general public at general, it is called ജനറൽ ഓഫർ. നമ്മളൊരു പബ്ലിക് മുഖാന്തരം ഒരു ഓഫർ വെക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓഫറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജനറൽ ഓഫർ എന്ന് പറയുന്നത്. ദ അഡ്വർടൈസ്മെന്റ് ഫോർ ഫൈൻഡിങ് ലോസ്റ്റ് ആർട്ടിക്കിൾ ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ ഫോർ ജനറൽ ഓഫർ. അതായത് ജനറൽ ഓഫറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ പരസ്യം കാണുന്നത്. എന്താണ്, നമ്മൾ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കാനുള്ള പരസ്യങ്ങൾ കാണുന്നത്. എന്താണ്, അതിന് ഒരു വാലിഡ് ആയിട്ടുള്ള ജനറൽ ഓഫറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ആർക്കും ആ ഓഫർ എന്ത് ചെയ്യാം, ഓഫറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിക്കും അത് എന്ത് ചെയ്യാം, അത് സ്വീകരിക്കാം. ഫോർ എക്സാമ്പിൾ, എ എഗ്രീസ് ടു pay rupees 5 lakh as a compensation to find out his ലോസ്റ്റഡ് ചൈൽഡ്. അതായത് അയാളുടെ നഷ്ടപ്പെട്ട കുട്ടിയെ തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ എന്ന് പറയുന്ന വ്യക്തി 5 ലക്ഷം കൊടുക്കാമെന്ന് പറയുന്നത് എന്താണ്, ഒരു ജനറൽ ഓഫറാണ്. പബ്ലിക്കിൽ നിന്ന് ആർക്കും എന്ത് ചെയ്യാം, ആ ഒരു ഓഫർ എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം, ഓഫറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് ചെയ്തുകൊണ്ട്, പാലിച്ചുകൊണ്ട്. അപ്പോൾ രണ്ട് രീതിയിലാണ്, രണ്ട് തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് തരത്തിലുള്ള വ്യക്തികൾക്കാണ് നമ്മൾ എന്ത് ചെയ്യണോ, രണ്ട് തരത്തിലാണ് നമ്മൾ ഓഫർ വെക്കുന്നത്. അത് ജനറലായിട്ടൊരു പബ്ലിക്കിന് മൊത്തമായിട്ട് വെക്കുന്ന ഓഫറിനെ നമ്മൾ ജനറൽ ഓഫർ എന്നും, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പേഴ്സണോ ഒരു ഗ്രൂപ്പ് ഓഫ് ഡെഫിനിറ്റ് പേഴ്സൺസിനോ നമ്മൾ എന്താണ് ഒരു ഓഫർ വെക്കുകയാണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, സ്പെസിഫിക് ഓഫർ എന്നും പറയും. ഓക്കെ, ഓഫ് എ വാലിഡ് ഓഫർ. ടു ബിക്കം എ വാലിഡ് ഓഫർ, the following conditions must be satisfied, otherwise it will not be treated as a valid offer. The conditions are, the first condition is offer must be intended to create legal relationship. അതായത് an offer must be made with an intention to create legal relationship between the parties involved in an offer. The offer arising out of social and family relationship will not be considered as a valid offer. അതായത് ഒരു ഓഫർ വാലിഡ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഓഫറിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പാർട്ടികൾ തമ്മിൽ എന്താണ്, ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ അതിനെ എന്തായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, വാലിഡ് ആയിട്ടുള്ള ഒരു ഓഫറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഫാമിലി റിലേഷൻഷിപ്പിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെയും ബേസിസിൽ ഉണ്ടാവുന്ന ഓഫറുകൾ ഒരിക്കലും എന്താണ്, നിയമം മുഖാന്തരം നമുക്ക് എന്താണ് വാലിഡ് ഓഫറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, ടേംസ് ഓഫ് ദി ഓഫർ മസ്റ്റ് ബി സർട്ടൻ, ഡെഫിനിറ്റ് ആൻഡ് നോട്ട് വാഗ്. ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി ഓഫർ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആൻഡ് ഷുഡ് നോട്ട് ബി വാഗ്. അതായത് നമ്മൾ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള
ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം തന്നെ പരസ്പരം എന്താണ് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എ അഗ്രീസ് ടു സെൽ ഹിസ് കാർ ടു ബി ആഫ്റ്റർ മേക്കിംഗ് necessary repairs. There is a unclarity അല്ലെങ്കിൽ വാഗിറ്റി ഇൻ ദി മീനിങ് ഓഫ് നെസസറി റിപ്പയേഴ്സ്. അതായത് ഈ ഒരു എക്സാമ്പിളിൽ എന്താണ്, എ ബിക്ക് എന്താണ് കാർ വിൽക്കാമെന്ന് പറയുകയാണ്. ആഫ്റ്റർ മേക്കിംഗ് നെസസറി റിപ്പയേഴ്സ്. ഈ നെസസറി റിപ്പയേഴ്സ് എന്താന്നുള്ളത് എന്തല്ല, അവിടെ സ്പെസിഫിക് അല്ല. ദ കണ്ടീഷൻസ് ഈസ് വാഗ്, therefore it will not be considered as a valid offer. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് വാലിഡ് ആയിട്ടുള്ള ഒരു ഓഫറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. While making the offer, the terms and conditions of the offer must be clear, definite, certain and not vague. Third point is, offer must be distinguished from mere declaration of intention. An intention to do something in future will not be considered as a valid offer. അതായത് ഭാവിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ അതിനെ നമുക്ക് ഒരിക്കലും എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല, ഓഫറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. Then offer must be distinguished from invitation to offer. An invitation to offer will not be considered as a valid offer and acceptance. അതായത് നമ്മൾ എന്താണ്, ഒരു ഓഫർ നടത്താനുള്ള ഒരു ഇൻവിറ്റേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാലിഡ് ആയിട്ടുള്ള ഓഫർ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഓഫർ ഈസ് എ ഫൈനൽ എക്സ്പ്രഷൻ ഓഫ് ഡൂയിങ് ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്. ഓഫർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കണം. എന്തെങ്കിലും ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള മറ്റേ വ്യക്തിയുടെ സമ്മതം കിട്ടുന്ന തരത്തിലുള്ള ഫൈനൽ ആയിട്ടുള്ള എക്സ്പ്രഷനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓഫറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, offer must be communicated. Offer must be communicated to the person to whom the offer is made. ആർക്കാണോ നമ്മൾ ഓഫർ വെക്കുന്നത് ആ ഓഫറുമായിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ്, offer should not contain the term the non-compliances which would not be amount to acceptance. This point specifies that silence of the offeree will not be treated as acceptance of the offeree. അതായത് ഓഫറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന സൈലൻസ്, നമുക്ക് ഓഫറിൽ ഒരിക്കലും അങ്ങനെ ഒരു ടേം വെക്കരുത്. ഓഫറിയുടെ സൈലൻസ് എന്തായിട്ട് മാറ്റും എന്നുള്ളത് ആക്സെപ്റ്റൻസ് ആയിട്ട് മാറ്റും എന്നുള്ളൊരു എക്സ്പ്രഷൻ ഓഫറിൽ ഒരിക്കലും വെക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തിൽ പറയണത്, ഈ ഒരു ടേമിൽ പറയണത്. ഫോർ എക്സാമ്പിൾ, എ ബൈ ലെറ്റർ signifies his willingness to sell his car to B and including a conditions that before giving reply to letter letters reply on or before 7th December 2023, I will consider it as a acceptance. If B will not make any reply, it will not be treated as B's acceptance. അതായത് എ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ എന്താണ് കാർ ബിക്ക് സെല്ല് ചെയ്യാമെന്ന് എന്താണ് ലെറ്റർ മുഖാന്തരം അറിയിക്കുകയാണ്. ഡിസംബർ 7 മുന്നേ അത് അയാൾ അതിന് റിപ്ലൈ ഒന്നും തന്നില്ല വെച്ചാൽ ബി ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് അനുമാനിക്കുന്നു. എ പറയാണ് ലെറ്ററിൽ കൂടെ. ബി അതുവരെ റിപ്ലൈ ഡിസംബർ 7 വരെ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല വെച്ചാൽ അത് ഒരിക്കലും എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല, വാലിഡ് ആയിട്ടുള്ള ഒരു ഓഫറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഓഫർ വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാൻ പറ്റില്ല. സൈലൻസ് വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ് ആസ് acceptance, will not be considered as acceptance. ഓക്കെ, ഒരിക്കലും ഓഫറിയുടെ ഭാഗത്തു നിന്നുള്ള സൈലൻസിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല, ആക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ലാസ്റ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് സ്പെഷ്യൽ ടേംസ് ഓർ കണ്ടീഷൻ ഇൻ ആൻ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. In a contract, in an agreement or contract, there is some specific condition that is also to be communicated in the by the offerer to the offeree, then only it become a
വാലിഡ് ഓഫർ. അതായത് ഓഫറിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യണം, ഓഫറിയുമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വാലിഡ് ആയിട്ടുള്ളൊരു ഓഫറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡിങ് ഓഫർ. ക്രോസ് ഓഫർ മീൻസ് വെൻ two person making identically same offer in ignorance of each other at this almost same time is termed as ക്രോസ് ഓഫർ. അതായത് രണ്ട് വ്യക്തികൾ ഏകദേശം ഒരേ തരത്തിലുള്ള ഓഫർ പരസ്പരം അറിയാതെ ഏകദേശം ഒരേ സമയം വെക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ agreed to sell his house to B for rupees 10 lakh. At the same time, B agrees to buy A's house for rupees 15 lakh is an example of cross offer. അതായത് എ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ വീട് എന്താണ് ബിക്ക് 10 ലക്ഷം രൂപയ്ക്ക് നൽകാമെന്നുള്ള ഒരു ഓഫർ വെക്കുകയാണ്. അതേസമയം തന്നെ ബി ഇതറിയാതെ എയുടെ ഹൗസ് എന്താണ് 15 ലക്ഷം രൂപയ്ക്ക് വാങ്ങാമെന്നുള്ളൊരു ഓഫർ വെക്കുകയാണെങ്കിൽ അതിനെ എന്താണെന്ന് പറയാം, നമുക്ക് ക്രോസ് ഓഫർ എന്ന് പറയാം. അതായത് പരസ്പരം അറിയാതെ ഒരേ തരത്തിലുള്ള ഓഫർ രണ്ട് വ്യക്തികൾ വെക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. It will not become a valid offer unless any one offer is accepted by any one person. അതായത് ഇത് ഒരിക്കലും ഒരു വാലിഡ് ഓഫറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ടു ബിക്കം വാലിഡ് any of the party must be accept any of the offer. അതായത് ഏതെങ്കിലും ഒരു പാർട്ടി ഇതിൽ ഏതെങ്കിലും ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നത് വരെ നമുക്കിത് എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല, വാലിഡ് ആയിട്ടുള്ള ഒരു ഓഫറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. സെക്കൻഡ് വൺ, സ്റ്റാൻഡിങ് ഓഫർ. സ്റ്റാൻഡിങ് ഓഫേഴ്സ് ഈസ് ഇൻ ദി നേച്ചർ ഓഫ് ടെൻഡർ. വെൻ എ പേഴ്സൺ വാണ്ട് any specific type of material for a fixed period of time, we can make standing offer. Standing offer is an offer which is in nature of a tender. അതായത് ടെൻഡറിൻ്റെ നേച്ചറിലുള്ളൊരു ഓഫറാണ് എന്ത്, സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ഫിക്സഡ് ടൈമിലേക്ക് ഒരു പ്രത്യേക ക്വാണ്ടിറ്റി പ്രത്യേക ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഓയിലോ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഒരു ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈമിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് വെക്കും, ടെൻഡർ വെക്കും. ദാറ്റ് ഈസ് എ ടെൻഡർ ഈസ് ഇൻ നേച്ചർ ഓഫ് എ സ്റ്റാൻഡിങ് ഓഫർ. ഫോർ എക്സാമ്പിൾ, എ എഗ്രീസ് ടു സെൽ 100 tons of crude oil for rupees B for 12 months. അതായത് എ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഒരു 100 tons ഓഫ് ക്രൂഡ് ഓയിൽ എന്താണ് ബിക്ക് എന്താണ് 12 മാസത്തേക്ക് സപ്ലൈ ചെയ്യാമെന്നുള്ളൊരു ഓഫർ വെക്കുകയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റാൻഡിങ് ഓഫർ. സ്റ്റാൻഡിങ് ഓഫർ ഈസ് ആൻ ഓഫർ വിച്ച് ഈസ് മെയ്ഡ് ഫോർ എ fixed period of time for supply of a specific quantity of some article or material. ഓക്കെ, ഒരു പ്രത്യേക തരത്തിലുള്ള ആർട്ടിക്കിളോ മെറ്റീരിയലോ നമ്മൾ എന്താണ് ഒരു ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈമിലേക്ക് നൽകാമെന്ന് ഓഫർ വയ്ക്കുന്ന തരത്തിലുള്ള ഓഫറുകളെയാണ് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ഓഫർ ഓർ ടെൻഡേഴ്സ്. ഇറ്റ് ഈസ് ലേൺ ദാറ്റ് വെൻ ആൻ offer accepted, it becomes an agreement. Now we have to discuss about the acceptance of an offer. Acceptance means legally obeying or bound to the terms and conditions of the offer is known as acceptance. Acceptance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the willingness of the offeree to bound to the terms and conditions of the offer. അതായത് ഓഫർ എന്താണ്, ഓഫറർ വെച്ചിട്ടുള്ള ഓഫർ എന്താണ്, ഓഫറി എന്താണ് അയാൾ അത് നടത്താൻ അല്ലെങ്കിൽ അത് സ്വീകരിക്കാനുള്ള അയാളുടെ സമ്മതം അറിയിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് acceptance എന്ന് പറയുന്നത്. According to section 2B of Indian Contract Act, when the person to whom the offer is made signifies his assent thereto, the proposal is said to be accepted. When a proposal is accepted, it becomes a promise.
അതായത് ആർക്കാണോ നമ്മൾ ഓഫർ വെച്ചിട്ടുള്ളത് ആ ഓഫർ വെച്ചിട്ടുള്ള വ്യക്തി ആ ഓഫർ സ്വീകരിക്കുകയാണെങ്കിൽ, സ്വീകരിക്കാനുള്ള സമ്മതം അയാൾ അറിയിക്കുകയാണെങ്കിൽ ആ പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് എന്ത് ചെയ്യും, കണക്കാക്കപ്പെടുന്നതാണ് സെക്ഷൻ 2B ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ പറയണത്. അങ്ങനെ ഒരു പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം വാട്ട്? ഇറ്റ് വിൽ ബിക്കം പ്രോമിസ്. അങ്ങനെ ഒരു ഓഫർ വെച്ചത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രപ്പോസൽ വെച്ചത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? പ്രോമിസ് എന്ന് പറയും. ഓക്കെ, ദ മീനിങ് ഓഫ് ദി acceptance as per section 2B of Indian contract is that when the person to whom the proposal is made signifies his assent thereto, the proposal is said to be accepted. The proposal when accepted becomes a promise. Okay, then next we have to discuss who can accept the offer. In case of specific offer, the offer must be accepted by the person to whom it is made. അതായത് സ്പെസിഫിക് ഓഫറിൻ്റെ കേസിൽ ആരൊക്കെയാണോ നമ്മൾ ഓഫർ വെച്ചിട്ടുള്ളത് ആ ഡെഫിനിറ്റ് ആയിട്ട് ആ പേഴ്സൺ തന്നെ എന്ത് ചെയ്യണം? ഓഫർ ആക്സെപ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ, if A agrees to sell his car to B for rupees 5 lakh, then the offer must be accepted by B. It cannot be accepted by C without the consent of B. അതായത് A എന്ന് പറയുന്ന വ്യക്തി B എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് കാറ് വിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓഫർ ആര് തന്നെ സ്വീകരിക്കണം? B തന്നെ സ്വീകരിക്കണം. മൂന്നാമതൊരു വ്യക്തി C എന്ന ഒരു വ്യക്തിക്ക് Bയുടെ സമ്മതമില്ലാതെ ഒരിക്കലും ആ ഓഫർ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വീകരിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് സ്പെസിഫിക് ഓഫർ. ദ ആക്സെപ്റ്റൻസ് ഈസ് ടു ബി മെയ്ഡ് ബൈ the specific person or the definite person to whom the offer is made. In case of general offer, it may be accepted by anyone who agrees the terms and conditions of the offer. General offer in the case, it may be accepted by any person who agrees the terms and conditions of the offer. അതായത് ജനറൽ ഓഫറിൻ്റെ കേസിൽ ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം? ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാം. എന്താണ്? ഓഫറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചിട്ട്. ഓക്കെ, ഇഫ് എ ഓഫർ rupees 50,000 to find his lost ചൈൽഡ്, അതായത് അയാളുടെ ചൈൽഡ് നഷ്ടപ്പെട്ട കുട്ടിയെ തിരിച്ച് കിട്ടുകയാണെങ്കിൽ 50,000 രൂപ കൊടുക്കാമെന്നുള്ളൊരു ഓഫർ വയ്ക്കുകയാണെങ്കിൽ ഇറ്റ് മേ ബി ആക്സെപ്റ്റഡ് ബൈ എനി പേഴ്സൺ ഹൂ വിൽ എഗ്രീസ് ഓ വിൽ നോളജ് ഓഫ് ദി ഓഫർ. ആ ഓഫറിനെ പറ്റിയിട്ട് അറിവുള്ള അല്ലെങ്കിൽ ഓഫറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഏത് വ്യക്തിക്കും അതെന്ത് ചെയ്യാം? ആ ഓഫർ എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് in short, in case of specific offer, the acceptance is made by the definite person to whom the offer is made. അതായത് സ്പെസിഫിക് ഓഫറിൻ്റെ കേസിൽ ആർക്കാണോ നമ്മൾ ഓഫർ വെച്ചിട്ടുള്ളത് ആ ഡെഫിനിറ്റ് ആയിട്ട് ആ പേഴ്സൺ തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് പേഴ്സൺ തന്നെ അത് എന്ത് ചെയ്യണം? ഓഫർ ആക്സെപ്റ്റ് ചെയ്യണം. ജനറൽ ഓഫറിൻ്റെ കേസിൽ anyone can accept the offer who have the knowledge about the offer. Okay, then how an acceptance is made? Acceptance can be made in two ways, that is express acceptance and implied acceptance. Express acceptance means an acceptance is made by written or spoken words. It is termed as express acceptance. അതായത് ഒരു വ്യക്തി ഓഫർ സ്വീകരിക്കാനുള്ള അയാളുടെ സമ്മതം റിട്ടൺ ആയിട്ടോ ഓറലായിട്ടോ ഉള്ള വേർഡ്സിലൂടെ അറിയിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എക്സ്പ്രസ് ഓഫർ എന്ന് പറയണം. ഇഫ് എ എഗ്രീസ് ടു സെൽ ഹിസ് ബുക്ക് ടു ബി and be accept it by
accept it by words or writing a letter to A, it can be treated as express acceptance. അതായത് എക്സ്പ്രസ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വാക്ക് മുഖാന്തരമോ എഴുത്തിലൂടെയോ നമ്മുടെ ഓഫർ സ്വീകരിച്ചു എന്ന് എന്താണ് ഓഫറെ അറിയിക്കുകയാണെങ്കിൽ അതിനെയാണ് എക്സ്പ്രസ് ആക്സെപ്റ്റൻസ് പറയുന്നത്. ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് മീൻസ് ബൈ വേ ഓഫ് കണ്ടക്ട് of the person we signifies our acceptance. It is termed as implied acceptance. That is in the case of transport bus, we occupy a seat in a public transport bus. It is a form of implied acceptance. And when we pay a fixed fee for the railway porter who carries our luggage is also a form of implied acceptance. അതായത് നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ എന്താണ്, നമ്മൾ ഓഫർ സ്വീകരിച്ചു എന്ന് എന്താണ് അറിയിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു സീറ്റ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ്. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ലഗേജ് ക്യാരി ചെയ്തിട്ടുള്ള പോർട്ടർക്ക് നമ്മൾ എന്താണ്, നമ്മൾ അതിനുള്ള ലീഗൽ റൂൾസ് ഓഫ് എ വാലിഡ് ആക്സെപ്റ്റൻസ്. വാലിഡ് ആയിട്ടുള്ള ആക്സെപ്റ്റൻസ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് acceptance must be absolute and unqualified. In this point, it is explains that the offeree should accept the terms and conditions made by the offerer. അതായത് ഓഫർ എന്താണ്, ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓഫറി എന്താണ്, ഓഫർ വെച്ചിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയണത്. ഇൻ ദി കോൺട്രാക്ട് ആക്ട് ഇറ്റ് ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് ദ ഓഫർ ഷുഡ് ബി ആക്സെപ്റ്റഡ് വിത്തൗട്ട് any conditions or without any variations from the original offer. ഒറിജിനൽ ഓഫറിൽ നിന്ന് എന്താണ് വേരിയേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഓഫർ എന്ത് ചെയ്യണം, അബ്സല്യൂട്ട് ആയിട്ടും അൺക്വാളിഫൈഡ് ആയിട്ടും എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓഫറി ഷുഡ് നോട്ട് ഹാവ് എനി റൈറ്റ് ടു ആഡ് ഓർ മേക്ക് എനി വേരിയേഷൻസ് ഇൻ ദി ടേംസ് ഓഫ് ദി ഓഫർ. അതായത് പുതുതായിട്ട് എന്താണ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ടേംസ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വേരിയേഷൻ വരുത്താനോ ഓഫറിക്ക് എന്തില്ല, റൈറ്റ് ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടീഷണൽ ആയിട്ടുള്ള ആക്സെപ്റ്റൻസ് ഒരിക്കലും വാലിഡ് ആക്സെപ്റ്റൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ദെൻ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് മാനർ. Whether any specific manner for acceptance is prescribed in the offer, the acceptance must be made in that prescribed manner only. അതായത് ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫറി ആ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, ഓഫർ ആക്സെപ്റ്റ് ചെയ്യണം. മൂന്നാമത് വരുന്നതാണ് acceptance must be communicated. Whether offeree accept the offer or proposal, it must be communicated with the offerer. ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്, അത് പ്രോപ്പറായിട്ട് ഓഫറായിട്ട് എന്ത് ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ദെൻ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ പേഴ്സൺ ഹു ഹാസ് ദ അതോറിറ്റി ടു ആക്സെപ്റ്റ്. അതായത് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് ബൈ ദ പേഴ്സൺ ടു whom the offer is made. അതായത് ഓഫർ ആർക്കാണോ വെച്ചിട്ടുള്ള ഓഫറിൽ തന്നെ എന്ത് ചെയ്യണം, അത് ആക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അയാൾ ഫിക്സ് ചെയ്യുന്ന അതോറിറ്റി ഏൽപ്പിക്കുന്ന ആളോ അല്ലെങ്കിൽ ഒറിജിനൽ ഓഫറിയോ തന്നെ എന്ത് ചെയ്യണം, ഓഫർ ആക്സെപ്റ്റ് ചെയ്യണം. ദെൻ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ ദി പ്രിസ്ക്രൈബ്ഡ് ടൈം ഓർ വിത്തിൻ എ റീസണബിൾ ടൈം. In some offers a fixed time is fixed for accepting the offer. In that case the offer is to be made within the offer acceptance must be made within that prescribed time. If any time is
mentioned in the offer, it is to be made in the reasonable time. അതായത് ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, ഓഫർ ആക്സെപ്റ്റ് ചെയ്യണം. അതർവൈസ് ഇറ്റ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എ വാലിഡ് ആക്സെപ്റ്റൻസ്. അല്ലെങ്കിൽ അതെന്തായിട്ട് കണക്കാക്കില്ല, ഒരു വാലിഡ് ആക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കില്ല. ഇനി ടൈമിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയണില്ല വെച്ചാൽ റീസണബിൾ ആയിട്ടുള്ള ടൈമിനുള്ളിൽ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. Acceptance must be given before the offer lapses or is withdrawn. The offer must be accepted by the offeree on or before the offer become lapsed or withdrawn by the offerer. Offer withdrawn ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആ ഓഫർ ക്യാൻസൽ ആവുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഓഫറി ആ ഓഫർ എന്ത് ചെയ്തിരിക്കണം, ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, എ agrees to sell his scooter for rupees 50 lakh to B, and later A cancel this offer by email, but it is delayedly received by B and B accept the offer. It will not be treated as a valid acceptance. A Bക്ക് എന്താണ്, എയുടെ സ്കൂട്ടർ വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ വെക്കുകയാണ്. പിന്നെ മെയിൽ വഴി അത് അയാൾ റിജക്റ്റ് ചെയ്തു എന്ന് അറിയിക്കുകയാണ്. പക്ഷേ ആ മെയിൽ എന്താണ്, ബി റിസീവ് ചെയ്യാതിരിക്കുകയും ഡിലേ ആയിട്ടാണ് റിസീവ് ചെയ്ത് ബി ഇതറിയാതെ എന്താണ്, ബി ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല, വാലിഡ് ആയിട്ടുള്ളൊരു ആക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഒരു ഓഫർ അല്ലെങ്കിൽ അതിൻ്റെ ഓഫർ വാലിഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ട വാലിഡ് ആക്സെപ്റ്റൻസിൻ്റെ ലീഗൽ റൂൾസ് വരുന്നത്. ഫസ്റ്റ് വൺ, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺകണ്ടീഷണൽ. സെക്കൻഡ് വൺ, acceptance must be made in the prescribed manner. Acceptance must be communicated, and acceptance must be communicated to a person who has the authority to accept. Acceptance made within the prescribed time or within the reasonable time. Acceptance must be given before the offer lapses or is withdrawn. അപ്പോൾ ഇത്രയാണ് ഒരു ആക്സെപ്റ്റൻസ് എന്താണ്, വാലിഡ് ആയിട്ടുള്ള ആക്സെപ്റ്റൻസ് ആയിട്ട് മാറാനുള്ള ലീഗൽ റൂൾസ്. ഓക്കെ, റിമൈനിങ് പോർഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ ദി പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി മീനിങ് ഓഫ് ഓഫർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഫർ, then legal rules of a valid offer, meaning of acceptance, different types of acceptance, and legal rules for valid acceptance. Today we are going to discuss about communication of offer and acceptance, revocation of offer and acceptance, and different methods of lapse of offer. ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വി ഹാവ് ടു ഗോ ത്രൂ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ. എങ്ങനെയാണ് ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പറയണത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, the communication of offer is complete when it comes to the knowledge of the person to whom it is made. സെക്ഷൻ 4 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റ് ഓൺലി വെൻ ദ പേഴ്സൺ ടു ഹൂം ദ ഓഫർ ഈസ് മെയ്ഡ്. ആർക്കാണോ നമ്മൾ ഓഫർ വെച്ചിട്ടുള്ളത് ആ ഓഫർ വെച്ചിട്ടുള്ള ആൾ ഓഫറിനെ പറ്റി അറിയുമ്പോഴാണ് ഓഫറിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്താവുന്നത്, കംപ്ലീറ്റ് ആവുന്നത്. ദാറ്റ് ഈസ് ഇൻ ഷോർട്ട്, ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് offer is complete when it reaches with the offeree. അതായത് ഓഫറിനെ പറ്റി അറിയുമ്പോഴാണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ കംപ്ലീറ്റ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, എ ബൈ ലെറ്റർ signifies his readiness to sell his house to B for rupees 10 lakh. The letter posted on 15th October 2023 and B received this letter on 18th October 2023. Then the communication of offer is happened on 18th October 2023.
ഇത് എക്സാമ്പിളിൽ എ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ലെറ്റർ മുഖാന്തരം അയാളുടെ വീട് വിൽക്കാനുള്ള താല്പര്യം ബിയെ അറിയിക്കുകയാണ്. ആ ലെറ്റർ പോസ്റ്റ് ചെയ്യണത് ഒക്ടോബർ 15 ആണ്. പക്ഷേ ബി ആ ലെറ്റർ റിസീവ് ചെയ്യണത് എന്നാണ് ഒക്ടോബർ 18 ആണ്. Therefore, the communication of offer is complete in this example as on 18th October 2023. പക്ഷേ ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസ് എടുക്കുകയാണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ എന്നാണ് നടക്കുന്നത്. ഒക്ടോബർ 18 അന്നാണ് ഓഫറി ആയിട്ടുള്ള ബി എന്ത് ചെയ്യണത്, ഈ ഓഫറിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണത് അറിയണത്, അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ഓഫർ എന്ത് ചെയ്യണത് ബി റിസീവ് ചെയ്യണത്. അപ്പോൾ ഓഫറിൻ്റെ കേസിൽ ഒരു ഓഫറിൻ്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? ഓഫറി ആ ഓഫറിനെ പറ്റിയിട്ട് അറിയുമ്പോഴാണ്. ഓക്കെ, നെക്സ്റ്റ് we have to discuss the communication of acceptance. Communication of acceptance is different for offerer and offeree. അതായത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എന്താണ് ഓഫറർക്കും ഓഫറിക്കും എന്താണ് ഡിഫറെൻ്റ് ആണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് പ്രപ്പോസർ when it put in course of transmission to him so as to be out of the power of acceptor, but in case of as against acceptor when is to come to the knowledge of proposer. അതായത് ഓഫറുടെ അല്ലെങ്കിൽ പ്രപ്പോസറുടെ കേസിൽ എപ്പോഴാണോ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് നടന്നിട്ടുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ഓഫറി ഓർ ആക്സെപ്റ്റർ when the acceptance is complete only when it comes to the knowledge of proposer. Proposer എന്താണ് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് സ്വീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആക്സെപ്റ്ററുടെ കേസിൽ എന്താവുള്ളൂ ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ഓഫറർ ബിക്കം boundly acceptance as soon as the letter of acceptance is duly posted by the acceptor, but the acceptor bound his acceptance only when the letter of acceptance reaches the offerer. അതായത് ഓഫററുടെ കേസിൽ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്ത ഉടനെ എന്താണ് ആക്സെപ്റ്റൻസ് എന്ത് ചെയ്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് നമുക്ക് എന്ത് ചെയ്യാം കണക്കാക്കാം. പക്ഷേ ആക്സെപ്റ്ററുടെ കേസിൽ ഇറ്റ് വിൽ ബി considered as communicated only when the letter of acceptance reaches the offerer. ഓഫറർ എന്താണ് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആക്സെപ്റ്ററുടെ കേസിൽ എന്ത് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ തന്നെ പറയാം. അപ്പോൾ ആ ഒരു എക്സാമ്പിളിൽ ബി എന്താണ് അയാൾ ഹൗസ് വാങ്ങാൻ റെഡി, എയുടെ ഹൗസ് വാങ്ങാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഒക്ടോബർ 20 ലെറ്റർ പോസ്റ്റ് ചെയ്യണം. ആര് ബി ലെറ്റർ പോസ്റ്റ് ചെയ്യാണ് എയുടെ വീട് വാങ്ങാൻ സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എയുടെ കേസിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എന്താണ് ആ 20 തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട്. എന്നാണോ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യണം അന്ന് തന്നെ നടക്കുന്നുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ബി അങ്ങനെ എന്ത് ചെയ്തു ലെറ്റർ 20 പോസ്റ്റ് ചെയ്തു, പക്ഷേ അത് എ റിസീവ് ചെയ്യണത് 22 അപ്പോൾ ബിയുടെ കേസിൽ എന്താണ് ആക്സെപ്റ്റൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് നടക്കുന്നത് എന്നാണ് ഒക്ടോബർ 22 എ എന്ത് റിസീവ് ചെയ്യുമ്പോഴാണ് ലെറ്റർ റിസീവ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇൻ കേസ് ഓഫ് ഓഫറർ ഈസ് possible as soon as the letter of acceptance is posted, but in case of acceptor the communication of acceptance is possible only when the letter of acceptance reaches the offerer. Okay, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഓഫറുടെ കേസിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എപ്പോൾ തന്നെ നടക്കും
ഓഫറി അല്ലെങ്കിൽ ആക്സെപ്റ്റർ എന്താണ് നമ്മുടെ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ എന്താണ് ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എന്ത് ചെയ്തു നടന്നു കഴിഞ്ഞു. ബട്ട് ഇൻ കേസ് ഓഫ് ആക്സെപ്റ്റർ അല്ലെങ്കിൽ ആക്സെപ്റ്ററുടെ കേസിൽ എന്താണ് എപ്പോഴാണോ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് എന്താണ് ആര് ഓഫറർ റിസീവ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ എന്ത് നടക്കണുള്ളൂ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് നടക്കണുള്ളൂ. ഓക്കെ. ദ ടേം റിവോക്കേഷൻ മീൻസ് taking back or withdrawing the offer. Both the offer and acceptance can be revoked, but it may be possible up to a certain stage. റിവോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് തിരിച്ചെടുക്കുക അല്ലെങ്കിൽ പിൻവലിക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് ഓഫർ എന്താണ് തിരിച്ചെടുക്കുക അല്ലെങ്കിൽ ഓഫർ എന്ത് ചെയ്യുക പിൻവലിക്കുക എന്നുള്ള അർത്ഥമാണ്. നമുക്ക് എന്ത് ചെയ്യാം ഓഫറും ആക്സെപ്റ്റൻസും ഇതേപോലെ എന്ത് ചെയ്യാം നമുക്ക് തിരിച്ചെടുക്കുകയോ പിൻവലിക്കുകയോ ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ അപ് ടു എ സെർട്ടൈൻ സ്റ്റേജ് ഓൺലി. അതായത് ഒരു പ്രത്യേക സ്റ്റേജ് വരെയാണ് അത് എന്തായിട്ടുള്ളൂ പോസിബിൾ ആയിട്ടുള്ളൂ. ലെറ്റ് us take the rules for revocation of offer and acceptance. First we have to check the revocation of offer. അതായത് ഇതിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റിവോക്കേഷൻ ഓഫ് ഓഫറിൻ്റെ ആക്സെപ്റ്റൻസിൻ്റെ ആദ്യമായിട്ട് നമുക്ക് എന്താണ് റിവോക്കേഷൻ ഓഫ് ഓഫർ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 5 ഓഫ് കോൺട്രാക്ട് ആക്ട് എ പ്രൊപ്പോസൽ മേ ബി revoked at any time before the communication of acceptance as against the proposer and not afterwards. അതായത് ഓഫർ ഏത് സമയത്ത് വേണമെങ്കിലും പിൻവലിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം തിരിച്ചെടുക്കാം. ഏതുവരെ പ്രപ്പോസർ ആ ഓഫറിൻ്റെ ആക്സെപ്റ്റൻസ് എന്താണ് ആക്സെപ്റ്റൻസ് റിസീവ് ചെയ്യുന്നത് വരെ ഏത് ടൈമിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം ഓഫർ എന്ത് ചെയ്യാൻ പറ്റും പിൻവലിക്കാൻ പറ്റും. ആഫ്റ്റർ വേർഡ്സ് അതായത് അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല പിൻവലിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ആൻ ഓഫർ മസ്റ്റ് ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബിഫോർ ദി ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഹാസ് ബീൻ പോസ്റ്റഡ്. അതായത് ആക്സെപ്റ്റർ എന്താണ് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം ഓഫർ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓഫറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിഡ്രോ ചെയ്യാൻ പറ്റും. ദെൻ ഈ റിവോക്കേഷൻ എന്ന് പറയണ അത് എന്താണ് ആരുടെ ഭാഗത്തു നിന്ന് വരണതാണ് ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ആൻഡ് മൂവ്ഡ് ഫ്രം ദി ഓഫറർ ഹിംസെൽഫ് ഫോർ ഹിസ് ഡ്യൂലി ഓതറൈസ്ഡ് ഏജൻറ്റ്. ആരാണ് ഈ റിവോക്കേഷൻ എന്താണ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് റിവോക്കേഷൻ നടത്തേണ്ടത് ഓഫററോ അല്ലെങ്കിൽ ഓഫറർ നിശ്ചയിക്കുന്ന അയാളുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻറ്റോ ആണ്. നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ഓഫ് ജനറൽ ഓഫർ ഈസ് ഗിവൺ ത്രൂ ദി സെയിം ചാനൽ വിച്ച് ദ ഒറിജിനൽ ഓഫർ വാസ് മെയ്ഡ്. പിന്നെ ഇതിൻ്റെ നോട്ടീസ് എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണോ ഒറിജിനൽ ഓഫർ വെച്ചിട്ടുള്ളത് ആ ഒരു മെത്തേഡിൽ കൂടി ആ ഒരു ചാനലിൽ കൂടി തന്നെ എന്ത് ചെയ്യണം ഇതിൻ്റെ റിവോക്കേഷനും അറിയിച്ചിരിക്കണം ജനറൽ ഓഫറിൻ്റെ കേസിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ agrees to sell his car to B for rupees 5 lakh. B അതായത് എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് എയുടെ കാറ് എന്താണ് കൊടുക്കാമെന്ന് ഓഫർ വെക്കുകയാണ്. ബി എന്താണ് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ബി പോസ്റ്റ് ചെയ്യുന്നത് വരെ എക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഓഫറിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും വിഡ്രോ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു ഓഫർ എന്ത് ചെയ്യാൻ പറ്റും റിവോക്ക് ചെയ്യാൻ പറ്റും. ബി എന്താണ് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് പോസിബിൾ അല്ല. ഇനി ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന എന്താണ് ആക്സെപ്റ്റർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു വിചാരിക്കുക. അപ്പോൾ ലെറ്ററിനേക്കാൾ സ്പീഡി ആയിട്ടുള്ളൊരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും അത് എന്ത് ചെയ്യാൻ പറ്റും എക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യാൻസൽ ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഓഫർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല റിവോക്ക് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ റൂൾ റിഗാർഡിംഗ് revocation of offer. The revocation of offer is possible only up to any time before the letter of acceptance has been posted.
ഓക്കെ, ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ടൈം, ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓഫറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓഫർ എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോൺ ചെയ്യാൻ പറ്റും. Okay, that is the rule regarding revocation of. We have to discuss about revocation of acceptance. According to section 5 of Indian Contract Act, revocation of acceptance is defined as an acceptance may be revoked at any time before the communication of acceptance is complete as against the acceptor but not afterwards. അതായത് ഒരു ആക്സെപ്റ്റർക്ക് എന്താണ് ഏത് സമയം വരെ വരെയും ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാം, ആക്സെപ്റ്റൻസിൽ നിന്ന് വിഡ്രോ ചെയ്യാം. അതായത് അത് അതിൻ്റെ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഓഫറർ റിസീവ് ചെയ്യുന്നത് വരെയുള്ള ഏത് ടൈമിൽ വേണമെങ്കിലും ആക്സെപ്റ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സെപ്റ്റൻസിൽ നിന്നും പിന്മാറാൻ പറ്റും എന്നുള്ളതാണ് പറയണത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ ആക്സെപ്റ്റർ ക്യാൻ റിവോക്ക് ഹിസ് ആക്സെപ്റ്റൻസ് അറ്റ് എനി ടൈം ബിഫോർ ദ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് റീച്ചസ് വിത്ത് ദി ഓഫറർ. അതായത് അയാളുടെ ആക്സെപ്റ്ററുടെ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഓഫറുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ഏത് ടൈമിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആക്സെപ്റ്റർക്ക് ആക്സെപ്റ്റൻസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, റിവോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റും. When the letter reaches with the offerer, the revocation of acceptance is not possible. അതായത് റിവോക്കേഷൻ ലെറ്റർ ഓഫറുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റിവോക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് പോസിബിൾ അല്ല. ഫോർ ഇഫക്റ്റീവ് റിവോക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ദ acceptor should adopt a speedier method or communication method to inform the offerer that he revoked the offer. അതായത് പെട്ടെന്ന് റിവോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓഫറുടെ കയ്യിൽ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് എത്തുന്നതിന് മുന്നേ മറ്റ് സ്പീഡായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡിലൂടെ അയാൾക്ക് എന്ത് ചെയ്യാം, അയാളുടെ റിവോക്കേഷൻ ഓഫററെ എന്ത് ചെയ്യാൻ പറ്റും, അറിയിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് A by writing a letter to B signifies that he ready to sell his house to B and the letter posted on October 22nd and it received by B on October 23rd and he write a reply letter that he accept the offer to buy the house of A and posted it on 24th October and it will reach to A at 7 p.m. on 27th October, then the B can revoke his acceptance on or before any time at 7 p.m. 27th October. അതായത് അയാൾക്ക് അയാളുടെ ഓഫർ ഏത് സമയത്ത് വേണമെങ്കിലും പിൻവലിക്കാം. ഏതുവരെ? ഒക്ടോബർ 7 p.m. വരെ ഉള്ള ഏത് ടൈമിൽ വേണമെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ആക്സെപ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും, എയെ ഇൻഫോം ചെയ്യാനും അയാൾക്ക് ആക്സെപ്റ്റൻസ് ഇതിൽ നിന്നും റിവോക്ക് ചെയ്യാനുമുള്ള റൈറ്റ് ഉണ്ട്. ഈ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 27th 7 p.m. കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് അയാളുടെ ആക്സെപ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെന്ന് വെച്ചാൽ റിവോക്കേഷൻ ഓഫ് ഓഫർ ന്റെ കേസിൽ the offer can be revoked at any time before the letter of acceptance is posted and acceptance can be revoked at any time before it reaches with the offerer. അതായത് ഓഫർ റിവോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്താണ്, ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഏത് ടൈമിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഓഫർ റിവോക്ക് ചെയ്യാം. ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഓഫറുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം,
ആക്സെപ്റ്റൻസിൽ നിന്നും റിവോക്ക് ചെയ്യാം. ഓക്കെ, ഈ 2 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻ ഓഫർ ക്യാൻ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബിഫോർ ദ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് posted and the acceptance can be revoked at any time before it reaches with the offerer. Students, next we have to discuss the last topic of this unit, that is lapse of offer. There are different circumstances in which the offer can be lapsed or cancelled. We are discussing that circumstances. The first situation is that by lapse of stipulated or reasonable time, the offeree must accept the offer before the stipulated time that is mentioned in the offer or within the reasonable time. അതായത് ഓഫറിൽ പറഞ്ഞിട്ടുള്ള ആ ഫിക്സഡ് ടൈം പീരിയഡിൻ്റെ ഉള്ളിൽ എന്താണ് ഓഫർ ആക്സെപ്റ്റ് ചെയ്യണം. ഫിക്സഡ് ആയിട്ടുള്ള ടൈം പീരിയഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഡൺ വിത്തിൻ ദി റീസണബിൾ ടൈം. ദ റീസണബിൾ ടൈം വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി സർക്കംസ്റ്റാൻസസ് ഓഫ് ദി കേസ്. അതായത് റീസണബിൾ ടൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ ആ റീസണബിൾ ടൈമിലുള്ള എന്ത് ചെയ്യണം, ഓഫർ ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് എന്തായിട്ട് മാറും, ലാപ്സ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ആ റീസണബിൾ ടൈം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റീസണബിൾ ടൈം വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സെക്കൻഡ് സിറ്റുവേഷൻ ഈസ് ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദി ഓഫറർ ഓർ ദി ഓഫറി ബിഫോർ ആക്സെപ്റ്റൻസ്. ഓഫർ മേ ബി ലാപ്സ്ഡ് due to the insanity or death of an offerer or offeree before acceptance. It will become lapsed only when the knowledge about this fact come to the mind of ഓഫറി ബിഫോർ ആക്സെപ്റ്റൻസ്. അതായത് ഓഫറിയോ മരണപ്പെടുകയോ അവർക്ക് രണ്ടുപേരിൽ ആർക്കെങ്കിലും ഇൻസാനിറ്റി സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഓഫർ എന്ത് ചെയ്യപ്പെടാം, ലാപ്സ് ചെയ്യപ്പെടാം. ബട്ട് ഇറ്റ് ഈസ് ലാപ്സ്ഡ് ഓൺലി വെൻ ഇറ്റ് കംസ് ടു ദി നോളേജ് ഓഫ് ഓഫറിക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണ് അറിവ് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഓഫർ എന്തായിട്ട് മാറുള്ളൂ, ലാപ്സ് ആയിട്ട് മാറുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ബിക്കം എ വാലിഡ് കോൺട്രാക്ട്. Next one, by failure to fulfill the condition preceding to acceptance. അതായത് if any additional condition is attached with the offer, the offeree must accept that condition, otherwise the offer will become lapsed. അതായത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ ഓഫറിൽ അറ്റാച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഓഫറിൽ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓഫർ എന്തായിട്ട് മാറും, റിജക്റ്റ് ആയിട്ട് മാറും. Suppose in an example, if A agrees to sell his bike to B for rupees 50,000 and A stimulate or A request B to pay 10,000 as advance immediately. If B do not pay the 10,000 as advance immediately to A, the offer will become lapsed. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണ്, എ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ബൈക്ക് ബിക്ക് 50,000 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറയാണ്. അപ്പോൾ തന്നെ എന്താണ് എ പറയാണ് ആ വിൽപ്പനയുടെ ഒരു ഫിക്സഡ് ടൈം പീരിയഡിൻ്റെ മുന്നേ 10,000 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാമെന്ന് പറയാണ്. പക്ഷേ ബി അത് കൊടുത്തിട്ടില്ല, സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടില്ല വെച്ചാൽ ആ ഓഫർ എന്താണ് ഓട്ടോമാറ്റിക്കലി ലാപ്സ് ആയിട്ട് മാറും. നെക്സ്റ്റ് വരുന്നതാണ് ബൈ റിജക്ഷൻ ഓഫ് ഓഫർ by the offeree. When the offer is rejected by the offeree, the offer automatically will become lapsed. അതായത് ഓഫർ എന്താണ് ഓഫറി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും, ലാപ്സ് ആയിട്ട് മാറും. ദ ഓഫർ വിൽ ബിക്കം ലാപ്സ്ഡ് വെൻ ദ ഓഫറി ഈസ് നോട്ട് ആക്സെപ്റ്റ് ദ ഓഫർ ആൻഡ് ആക്സെപ്റ്റ് ദ ഓഫർ വിത്ത് കണ്ടീഷൻസ്. അതായത് ഓഫറർ വെച്ചിട്ടുള്ള ഓഫർ എന്താണ് സ്വീകരിക്കാതിരുന്ന് കഴിഞ്ഞാലും ഓഫർ എന്തായിട്ട് മാറും, ലാപ്സ് ആയിട്ട് മാറും. അതേപോലെ തന്നെ എന്തെങ്കിലും കണ്ടീഷനോട് കൂടിയിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് വെച്ചാലും ഓഫർ എന്തായിട്ട് മാറും, ലാപ്സ് ആയിട്ട് മാറും. നെക്സ്റ്റ്, if it is not accepted in the prescribed or usual mode,
whether any prescribed or usual mode is mentioned in the offeree must accept the offer in that prescribed mode only. അതായത് ഒരു പ്രത്യേക മോഡിൽ തന്നെ ഓഫർ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ ആ മോഡിൽ തന്നെ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, ഓഫർ എന്തായിട്ട് മാറും, ലാപ്സ് ആയിട്ട് മാറും. ഇഫ് എ എഗ്രീസ് ടു സെൽ ഹിസ് house to B and informing this by a mail, and A insists B that he should inform his acceptance by mail, and B inform this any other mode than mail, the offer become lapsed. അതായത് എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളുടെ വീട് വിൽക്കാനുള്ള ആഗ്രഹം എ എന്താണ്, മെയിൽ വഴി അറിയിക്കുകയാണ്. പിന്നെ ബിയോട് പറയുകയാണ് അയാളുടെ സമ്മതം എന്താണ്, മെയിൽ വഴി തന്നെ അറിയിക്കണം എന്ന് പറയുകയാണ്. പക്ഷേ ബി വേറെ ഏതെങ്കിലും ഒരു മോഡിലൂടെയാണ്, മെയിലല്ലാത്ത വേറെ ഒരു മോഡിലൂടെയാണ് അയാളുടെ ആക്സെപ്റ്റൻസ് അറിയിക്കണമെന്ന് വെച്ചാൽ ആ ഓഫർ എന്തായിട്ട് മാറും, ഓട്ടോമാറ്റിക്കലി അത് എന്തായിട്ട് മാറും, ലാപ്സ് ആയിട്ട് മാറും. നെക്സ്റ്റ് വരുന്നതാണ് by counter offer by the offeree. When a fresh offer is made by the offeree instead of the original offer will become lapsed. അതായത് എന്താണ്, ഓഫർ വെച്ചിട്ടുള്ള ഒറിജിനൽ ഓഫറിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഒരു ഫ്രഷ് ഓഫർ വെക്കുകയാണെങ്കിൽ ഓഫർ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും, ക്യാൻസൽ അല്ലെങ്കിൽ ലാപ്സ് ആയിട്ട് മാറും. നെക്സ്റ്റ് വരുന്നതാണ് ബൈ സബ്സിക്വൻറ്റ് ഇല്ലീഗാലിറ്റി ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. അതായത് ഓഫറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓഫറിൻ്റെ സബ്ജക്റ്റ് മാറ്റർ ഇല്ലീഗൽ ആവുകയോ അല്ലെങ്കിൽ ഓഫറിൻ്റെ സബ്ജക്റ്റ് മാറ്റർ നശിച്ചു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഓഫർ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും, ലാപ്സ് അല്ലെങ്കിൽ ക്യാൻസൽ ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, എ who lives in Delhi agrees to supply 100 kg of food grain to B who lives in Lucknow. Subsequently, the government has cancelled the interstate food grain transfer. The offer will automatically get lapsed. അതായത് എ എന്ന് പറയുന്ന വ്യക്തി ഡൽഹിയിൽ താമസിക്കുകയാണ്. അതിൽ ബി എന്ന് പറയുന്ന വ്യക്തിക്ക് 100 കിലോ എന്താണ്, ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷ്യധാന്യങ്ങൾ സപ്ലൈ ചെയ്യാമെന്ന് പറയുകയാണ്. പക്ഷേ പെട്ടെന്ന് ഗവൺമെൻറ് എന്താണ്, ഡൽഹി ഗവൺമെൻറ് എന്താണ്, ഫുഡ് ഗ്രെയിൻ ട്രാൻസ്ഫർ, ഇൻ്റർസ്റ്റേറ്റ്, അതായത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ എന്താണ് കൈമാറ്റം തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബാൻ ചെയ്തുകൊണ്ട് ഉത്തരവ് ഇറക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഓഫർ എന്തായിട്ട് മാറും, ലാപ്സ് ആയിട്ട് മാറും. അതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ഓഫർ വഴി ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് മാറ്റർ ഡിസ്ട്രക്റ്റഡ് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും നാശം സംഭവിക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്തു കഴിഞ്ഞാലും ഓഫർ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും, ലാപ്സ് ആയിട്ട് മാറും. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ബൈ റിവോക്കേഷൻ. റിവോക്കേഷൻ മീൻസ് ടേക്കൺ ബാക്ക് ഓർ വിഡ്രോയിങ് ദ ഓഫർ. അതായത് നമ്മൾ ഓഫർ റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഓഫർ എന്തായിട്ട് മാറും, ക്യാൻസൽ ആയിട്ട് മാറും. ഇൻ കേസ് ഓഫ് ഓഫറർ, ദ ഓഫർ മേ ബി റിവോക്ക്ഡ് before the letter of acceptance is posted, and in case of acceptor, the offer may be the acceptance may be revoked revoked before the letter of acceptance reaches with the offer. അപ്പോൾ എന്താണ്, റിവോക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫർ എന്തായിട്ട് മാറും, ലാപ്സ് ആയിട്ട് മാറും. ഇത്രയും സിറ്റുവേഷൻസിലാണ് എന്ത്, ഒരു ഓഫർ ലാപ്സ് ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ ക്യാൻസൽ ആയിട്ട് മാറുന്നത്. ഫസ്റ്റ് വൺ വരുന്നതാണ് ബൈ ലാപ്സ് ഓഫ് stipulated or reasonable time by the death or insanity of the offerer or offeree before acceptance, by failure to fulfill condition preceding to acceptance, then by rejection of offer by the offeree if it is not accepted in the prescribed or usual mode, by counter offer by the offeree, and by subsequent illegality or destruction of subject matter or by revocation. ഓക്കെ, അപ്പോൾ ഇത്രയാണ് യൂണിറ്റ് 2 വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യുക, ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലൂടെ കാണാം.